മുമ്പത്തെ ചോദ്യമൊക്കെ പോയടാ, എല്ലാം പോച്ച്. ഓക്കെ, അതായത് നോ എന്നുള്ളത് യെസ്, യെസ് എന്നുള്ളത് നോ എന്നും പറയാം. ഇവിടെ ഇപ്പഴാണോ വന്നത്? ഓക്കെ, എപ്പോഴാ വന്നത്? കൊള്ള ആ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കല്യാണം കഴിഞ്ഞുണ്ടോ? ഉച്ചക്ക് ഫുഡ് കഴിച്ചോ? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ്? ഓക്കെ, ഇത് നോ മാത്രം, യെസ് എന്തെങ്കിലും പറയാം നിങ്ങള്? ഓക്കെ, ലഡു എപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്? ഓക്കെ, ഇന്ന് പല്ല് തേച്ചിട്ടില്ല? നിങ്ങൾക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ആ ക്യാഷ് നിങ്ങൾ എന്ത് ചെയ്യും? ലോൺ അടക്കും. ലോൺ ഉണ്ട്, അതെടുക്കണം. ലോണ് അതെന്നാലും ബാലൻസ് 10 കോടിയൊക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ബാലൻസ് ഇനി ഉണ്ടാവുമല്ലോ. ആ പൈസ എന്ത് ചെയ്യും? പിന്നെ ബാക്കിയോ? ബാക്കി എന്ത് ചെയ്യും? ബാക്കി ഇൻവെസ്റ്റ് ചെയ്യും, ടൂർ പോവും, ഫുഡ് കഴിക്കും. ഓക്കെ, നിങ്ങളാണെങ്കിൽ വീടുണ്ടാക്കും, പിന്നെ ലോൺ അടിക്കും. എല്ലാവർക്കും ലോൺ ഉണ്ട്. ലോൺ എന്തായാലും ഉണ്ടാവുമല്ലോ, ധാരാളത്തുള്ളവർക്ക് എങ്ങനെയായാലും ലോൺ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണെന്നുള്ള പ്ലാൻ? എന്താ പ്ലാൻ? ഞാൻ കിട്ടിയാലേ അറിയുള്ളൂ. നിങ്ങളാണെങ്കിൽ കുറച്ച് കട ഉണ്ട്, അതൊക്കെ വീടും. പിന്നെ മുള കെട്ടിക്കാനുണ്ട്. പിന്നെ എല്ലാരും ജീവിതത്തിലെ കടകളൊക്കെ വീടി സ്വസ്ഥമായിട്ട് നിൽക്കാം, റിലാക്സ് ചെയ്ത് ജീവിക്കാം. കുറച്ച് പറ്റുന്നവർക്ക് വേറെ ആൾക്കാർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. ക്യാഷ് ഉണ്ടാവുമ്പോഴല്ലേ സഹായിക്കാൻ പറ്റും. നിങ്ങളാണെങ്കിൽ വീടുണ്ടാക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങും. ബിസിനസ്, എന്ത് ബിസിനസിനോട് താല്പര്യം? അങ്ങനൊന്നുമില്ല, ടീച്ചറാണ്. പിന്നെ എന്താ സ്കൂൾ തുടങ്ങുന്നത് റിസ്ക് എടുക്കുന്നില്ല. ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ടെക്സ്റ്റൈൽസ് ബൊട്ടീക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്. ഒരാള് ദ്വീപിൽ പെട്ട്, അങ്ങനെ ദ്വീപിൽ പെട്ടിട്ട് അയാൾക്ക് തിന്നാൻ അയാളെ മുമ്പിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് കൊതി ഉണ്ട്. പക്ഷെ എന്നാലും അയാൾക്ക് ഇപ്പൊ അവിടുന്ന് ആ ദ്വീപിൽ നിന്ന് എങ്ങനെ കഴിച്ചിലാവണം, അവിടുന്ന് രക്ഷപ്പെടണം. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു? അവിടെ പോവാൻ ഒരു സാധനവും സജ്ജീകരണങ്ങളൊന്നുമില്ല. അപ്പൊ അയാൾ എങ്ങനെ അവിടുന്ന് കഴിച്ചിലാവും? ഉണ്ടായിരുന്നില്ല, കേട്ടിട്ടുണ്ടല്ലോ ഈ ചോദ്യം. ഇതാണോ ഇത് വേണ ഭാവിയിൽ ഇത് പിടിച്ചിടന്നാ മതി. ചിന്തിക്കോ. മുമ്പിൽ ഭക്ഷണങ്ങൾ കുറെ നിരത്തി വെച്ചിട്ടുണ്ട്, അതിലാണ് കാര്യം. അറിയില്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് കുറെ ഫുഡിന്റെ സാധനങ്ങൾ കണ്ടല്ല. അപ്പൊ അയാള് ഭയങ്കര കൊതി ഊരിയിട്ട് വായില് കപ്പലോടാനുള്ള വെള്ളമുണ്ട്. അപ്പൊ ആ കപ്പലിൽ കയറിയിട്ട് അയാള് കഴിച്ചിട്ട്. ഒരു കുട്ടിയോട് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടി പുസ്തകം തുറന്നു വെച്ച് പുറത്തേക്ക് നോക്കി. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട്. അതല്ല പഠിക്കാൻ പറഞ്ഞതുകൊണ്ട്. അല്ല, അറിയില്ല. മനസ്സിലായിട്ടില്ല. അല്ല, സംഭവം എന്താ വെച്ചാ നമ്മള് എന്താ കുസൃതി ചോദ്യല്ലേ പറയണേ. കണ്ണുകൊണ്ട് എന്ന് പറയുന്നത് ഒരു ഇതല്ല. അങ്ങനല്ല, വേറെ ഉത്തരം പറഞ്ഞാല് പുറത്തുനിന്ന് ചോദ്യം വരാന്ന് പറഞ്ഞു ടീച്ചർ. അപ്പൊ പുറത്തേക്ക് നോക്കി. അതാണ് പറഞ്ഞത്, ഇങ്ങനെ ചിന്തിക്കണമെന്ന്. ഉള്ളിൽ വന്ന് ചന്ദ്യം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നടാ. ഞാൻ തോറ്റിരിക്കുകയാണ്. പേര് അബി. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചോറ് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടമായത്? സ്വാദുള്ളതുകൊണ്ട്. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലം? കോഴിക്കോട്. ഏറ്റവും കൂടുതൽ കോഴിക്കോട് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഭക്ഷണം ലാസ്റ്റ് കഴിച്ച ഭക്ഷണം ഏതാ? ഉപ്പിലിട്ടത്. ലാസ്റ്റ് കഴിച്ചെന്നല്ല ചോദിച്ചേ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഓക്കെ, ഔട്ട്. ഒരാൾ ഔട്ട്. 2 പേരും ഉണ്ട്. ഓക്കെ, ഇതില് ഒരാൾ ലാസ്റ്റ് ഒരാൾക്ക് വിന്നറാവാം. 2 കിട്ടത്തില്ല, ഞങ്ങളോട് സ്നേഹം മാത്രം. 3 ഉപ്പിലിട്ട വാങ്ങിച്ചത്. ഏറ്റവും മനോഹരമായ ഒരു ഡയലോഗ് എന്താണ്? ഞാൻ നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ എന്താ തോന്നുന്നത്? നല്ല മോനെ. ഓക്കെ, ഇവരെ കാണുമ്പോ എന്താ തോന്നുന്നത്? നല്ലതാ. ഇവരെ കാണുമ്പോ ഏറ്റവും കച്ചറ സ്വഭാവം എന്താ? ഓക്കെ, കച്ചറ ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. കടലിനാണ് ഇഷ്ടം. കടലിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം?
വെള്ളം 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 എപ്പോഴും ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ആവശ്യം വരുമ്പോൾ ആവശ്യമുള്ളപ്പോൾ. എങ്ങനെ വിട്ടുതരുന്നില്ല? 50 കോടി നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആ പൈസ ചെയ്യുക? ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാലേ? എന്ത് business? നല്ലതായിരിക്കും. ബിസിനസ് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, നല്ലൊരു ബിസിനസ് തുടങ്ങണം. എന്തായാലും നഷ്ടപ്പെടാത്ത രീതിയിൽ, നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ നല്ലൊരു ബിസിനസ് ഇറക്കാം. പിന്നെ ആ ഒരു ഇത്രയും മൊത്തമായിട്ട് ഈ 50 കോടി മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അത് വേറെ എന്തെങ്കിലും? ഇല്ലില്ല, 50 കൊള്ളി 25 പേര് കൊടുക്കും. ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാതെ ഇവര് കൊടുത്തില്ല ബാക്കി പരിപാടി ഉള്ളൂ. പിന്നെ തന്നെ കമ്പ്യൂട്ടറല്ലേ പാവപ്പെട്ടവർക്ക് കൊടുക്കും. മൊത്തമായിട്ട് കൊടുക്കൂല, കുറച്ച് നമുക്ക് കാണാം. കുറച്ച് എന്നിട്ട് ബാക്കി പൈസ എന്ത് ചെയ്യും? ബാക്കി പാവപ്പെട്ടവർക്ക് അവര് രക്ഷപ്പെടും. അല്ല അങ്ങനല്ല, ബാക്കി നിന്റെ കയ്യിലുള്ള ബാക്കി പൈസ നമ്മൾ അടിച്ചു കൊടുക്കും. അടിച്ചു കളിക്കും, ഫുള്ളായിട്ട് വിട്ടടിക്കും. ഫുള്ളായിട്ട് വിടും. ഫ്രണ്ട്സിനൊന്നും കൊടുക്കൂല. ഇതൊക്കെ ഒപ്പം നടക്കണല്ലേ, കൊടുക്കേണ്ടി വരുമല്ല. കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ വീട്ടുകാർക്കും വീട്ടുകാർക്ക് അതിപ്പോ നമ്മളെ ചെലവിൽ അതിന് പോവല്ല. ശരി, ഫുട്ടടിക്കുമെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാണ്. ഓക്കെ, താങ്ക് യു. ആണുങ്ങളോട് പോ അല്ലെങ്കിൽ നീ പോകൂ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര്. ആണുങ്ങളോട് പോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര്. അറിയില്ല. മാംഗോ.